നമസ്കാരം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ അവർക്ക് വേണ്ടിയുള്ളൊരു കാര്യങ്ങളാണ് ഞാനീ പറയാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മുഖം സൂക്ഷിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ശരീരം സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാനിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പോയി ബ്യൂട്ടി പാർലറിൽ പോയി മുഖം മാത്രം നമ്മൾ മിനുക്കി വയ്ക്കുന്നു. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മറ്റ് ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അതിന് തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുൻപായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യും. ഏത് ഡ്രസ്സ് ഇടണം, ഏത് ആഭരണങ്ങൾ ധരിക്കേണ്ടത്, ഏത് ബ്യൂട്ടി പാർലറിൽ പോയി എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതൊക്കെ നല്ല കാര്യം തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം നിങ്ങളുടെ ശരീരവും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാൻ നോക്കണം. കാരണം നിങ്ങൾ ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നില്ല. നിങ്ങൾ ആകപ്പാടെ വൃത്തിയാക്കുന്നതും സൂക്ഷിക്കുന്നതും നിങ്ങളുടെ മുഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നേക്കാളും തടി ഉണ്ടായിരിക്കും. അതുപോലെ ആ തടി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വയറിൻ്റെ വലിപ്പം കൂടും. മൊത്തത്തിൽ നിങ്ങൾ ഒരു നേരത്തെ കല്യാണം കഴിയുന്നതിന് മുൻപിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തം തന്നെയായിരിക്കും നിങ്ങളുടെ ശരീരം. അത് നിങ്ങൾ പണ്ട് ഇട്ടിരുന്ന ഡ്രസ്സൊന്നും നിങ്ങൾക്ക് ഇടാൻ പറ്റത്തില്ല. ഒരു നല്ല ഡ്രസ്സിൽ ഒരുപാട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ ഡ്രസ്സിലോട്ട് പോകും. ഈ പുതിയ ഡ്രസ്സിലോട്ട് പോകുമ്പോഴും അവിടെയും നിങ്ങൾ ഡ്രസ്സ് മാറ്റി ഇട്ട് നോക്കും. പക്ഷേ അവിടെയും നിങ്ങളുടെ ശരീരം എന്തുകൊണ്ടാണ് ഈ ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് യോജിക്കാത്തതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യായാമക്കുറവ് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കത് സംഭവിക്കുന്നത്. നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ, ആഹാരം കൂടി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മുൻപിട്ടിരുന്ന ഡ്രസ്സും മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ ഇരിക്കാനും സാധിക്കും. നിങ്ങളുടെ മുഖത്ത് കൊടുക്കുന്ന അതേ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സ് ഇടാനും സാധിക്കും. നിങ്ങൾ ഈ മുഖം ഭംഗിയുണ്ട് ഉദ്ദേശിക്കുന്ന മുഖം അതുപോലെ ശരീരം ഭംഗിയൂടെ ഉണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. അതിന് നിങ്ങളൊരു മണിക്കൂർ, ഇപ്പോൾ ഞാൻ പല എപ്പിസോഡിലും നിങ്ങൾക്ക് വേണ്ടി എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്യാനും, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഹെൽത്ത് ക്ലബ്ബുകളുണ്ട്. ലേഡീസിന് മാത്രമായിട്ടുണ്ട്, ജെൻസിനും ലേഡീസിനും ചേർന്നുള്ളതുണ്ട്. ഒരുപാട് ഹെൽത്ത് ക്ലബ്ബുകൾ നിങ്ങൾക്കിന്ന് ഉണ്ട്. അവിടെയൊക്കെ പോയി അവിടെ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാണ് പലരും ഒഴിവാകുന്നത്. സമയമില്ലെന്ന് ഒഴിവായിട്ട് അതിനാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില എക്സസൈസ് അതിൽ ചെയ്തിട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കി അത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാം. പിന്നെ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഒരാഴ്ചയിൽ 6 ദിവസം നിങ്ങൾ കൺട്രോൾ ചെയ്യും. പക്ഷേ അത് ഒരു ദിവസം നിങ്ങൾ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ ഫാറ്റുള്ള ആഹാരം കൂടുതൽ കഴിച്ച് നിങ്ങൾ 6 ദിവസം കഷ്ടപ്പെട്ടത് വെറുതെയായി മാറുകയാണത്. പക്ഷേ അത് ഈ 6 ദിവസം കൺട്രോൾ ചെയ്ത പോലെ തന്നെ 7ാമത്തെ ദിവസം ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ ആ ഒരു ദിവസം കൂടി നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല റിസൾട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി മറ്റ് മേക്കപ്പ് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ മുഖം ഭംഗിയാക്കി വീട്ടിൽ വന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിടുമ്പോൾ നിങ്ങളെ വയറൽപ്പം ഒന്ന് ഉന്തിയിരുന്നാൽ മതി. നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസക്കേടാണ്, അയ്യോ ഇത് ശരിയാകുന്നില്ല, ഈ ഡ്രസ്സ് ഇട്ടിട്ട് ശരിയാവുന്നില്ല, പിന്നെ മാറ്റി ഇട്ട് നോക്കിയാണ് നിങ്ങൾ. അത് വയറ് തള്ളിയിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വ്യായാമക്കുറവ് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഫാറ്റ് കയറി അത് വയർ തള്ളുന്നതാണ്. അതിന് വേറെ ഒരു മാർഗ്ഗവുമില്ല. നിങ്ങളിനി വയറകത്തോട്ട് പിടിച്ചാലും വേറെ എന്തെങ്കിലും എടുത്ത് കെട്ടി അകത്ത് വെച്ചിരുന്നാലൊന്നും വയറ് കുറയത്തില്ല. അപ്പോൾ നിങ്ങൾ ഡ്രസ്സിനെയല്ല കുറ്റം പറയേണ്ടത് നിങ്ങൾ സ്വയം നിങ്ങൾ കണ്ണാടി നോക്കി വേണം. നിങ്ങളുടെ കുറ്റം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ വ്യായാമം ചെയ്യത്തിൻ്റെ കുറവ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാതെ വരാൻ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒരു മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യണം. എന്ത് തന്നെ പ്രശ്നം പറഞ്ഞാലും നിങ്ങൾ 1 മണിക്കൂർ വ്യായാമം ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് എവിടെ വേണോ നിൽക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നോ കല്യാണം കഴിയുന്നതിന് മുമ്പ് എങ്ങനെയാണ് അതുപോലെ നിങ്ങൾക്ക് പിന്നെയും ജീവിക്കാം. അതുപോലെ ഈ വ്യായാമം കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിങ്ങൾക്ക് 40 വയസ്സ്, ഇപ്പോൾ ഒരു 25, 26, 23 വയസ്സിലെ കല്യാണം കഴിഞ്ഞ് അതിന് ശേഷം ഒരു കുഞ്ഞായി, അത് കഴിഞ്ഞ് വയറായി, അത് ഓവർ തടിയായി, അങ്ങനെ ആയിരുന്നവർക്ക് അത് കഴിഞ്ഞ് പിന്നെയും വേറെ പ്രശ്നങ്ങളുണ്ട്. വ്യായാമം കൊണ്ടുള്ള ദോഷം, വ്യായാമം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷം. കാരണം നിങ്ങളൊരു 40 വയസ്സിലോട്ടൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കാരണം മുട്ട് തേയ്മാനം എല്ലാ പേർക്കും ഇപ്പോൾ ഇന്ന് 35-40 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ മുട്ട് തേയ്മാനം വരുന്നുണ്ട്. കാരണം ഒന്നാമത് നിങ്ങൾക്ക് മസിലില്ല.
ആണുങ്ങളെപ്പോലെ മസിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മസിലില്ലാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഈ ജോയിൻറ്റുകളിലാണ് പിടിക്കുന്നത്. കാലിൻ്റെ മുട്ടുവേദന ഇതാണ്. 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ ഇരുന്നിട്ട് എഴുതിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ വിളിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ തറയിലിരുന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. തറയിലിരുന്നിട്ട് എഴുന്നേൽക്കുന്നത് 4 കാലിലാണ് എഴുതിക്കാൻ പറ്റുന്നത്. കൈയും കാലും ഉപയോഗിച്ചാലേ എഴുതിക്കാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് വലിയ മസിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ബോണിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഈ മാസ് അത് നിങ്ങളെ ചതക്കി കട്ടി ഉണ്ടാവും. അത് മസിലായിട്ട് ചെറിയൊരു മസിൽ രൂപപ്പെട്ട് നിങ്ങളെ ബോണിനെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും മുട്ട് തേയ്മാനമോ അല്ലെങ്കിൽ അതുപോലുള്ള ചില ബുദ്ധിമുട്ടുകൾ 40 വയസ്സിലോ 45 വയസ്സിലോ 50 വയസ്സിലോ നിങ്ങൾക്ക് സംഭവിക്കില്ല. അപ്പോൾ കുഞ്ഞിലേ അതായത് കുഞ്ഞിലേ എന്ന് പറയുമ്പോൾ ചെറുത് ഒരു 20 വയസ്സാകുമ്പോഴെങ്കിലും നിങ്ങൾ വ്യായാമം തുടങ്ങണം. പിന്നെ അത് ഇങ്ങനെ എത്ര കാലം നമ്മൾ ജീവിക്കണം അത്രയും കാലം വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതൊന്നും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരില്ല. അതുപോലെ ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഇപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. ആണിനും പെണ്ണുണ്ട് ഷുഗർ. എന്നാലും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷുഗർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതും വ്യായാമക്കുറവുകൊണ്ട് തന്നെയാണ്, അതിനത് സംശയമില്ല. അപ്പോൾ ആ ഷുഗർ ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ബട്ടക്സ് തേമുന്നുണ്ട്, ഷോൾഡർ ഇടിഞ്ഞ് താഴുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്ത ആകൃതി മാറിയാണ് വരുന്നത്. മുൻപിരുന്നത് പോലെയൊന്നുമല്ല. നിങ്ങൾ കണ്ണാടി പോയി എത്ര മുഖം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി സൂക്ഷിച്ച് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകണ്ടെന്നല്ല പറയുന്നത്, പോകണം, ശരീരം അതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷേ ഞാൻ പറയുന്നത് അതേ പ്രാധാന്യം നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഒരിക്കലും നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകരുതെന്നല്ല, പോകണം. നിങ്ങൾ പോയി ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്തു അതൊന്നല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ട് മുഖം വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരം നിങ്ങളെ ഇഷ്ടത്തിന് വരാതിരിക്കുന്നതിൻ്റെ കാരണം വ്യായാമക്കുറവെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് ഷുഗറിൻ്റെ അസുഖം വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഭംഗിയും തീരും, എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെടും. അപ്പോൾ മുഖം മാത്രം വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന് മറ്റ് ഭാഗങ്ങൾ സൗന്ദര്യമില്ലേ, പിന്നെ എന്താണ് അതിനുണ്ട് ഗുണം? അപ്പോൾ എന്താണ് അതിൻ്റെ കുറവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ വ്യായാമം ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യും. അല്ലാതെ മുടന്ത ന്യായം പറഞ്ഞ് നിങ്ങൾ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നതിന് ഇന്നല്ലെങ്കിൽ നാളെ വ്യായാമം ചെയ്തതിൻ്റെ ദോഷം നിങ്ങൾ അനുഭവിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ അത് വരാതിരിക്കാനും അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ട് എത്തിക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ 1 മണിക്കൂർ വ്യായാമം ചെയ്യുക. 1 മണിക്കൂർ വ്യായാമം ചെയ്ത് ഫുഡും ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷുഗറിൻ്റെ പ്രശ്നം വരില്ല, കൊളസ്ട്രോൾ വരില്ല, അമിതവണ്ണം നിങ്ങൾക്ക് വരത്തില്ല, മറ്റ് അസുഖങ്ങളൊന്നും BP മറ്റൊരു അസുഖവും നിങ്ങൾക്ക് ഇല്ലാതെ വല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് മുഖം മാത്രം നിങ്ങൾ മിനുക്കി നടക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയി വ്യായാമം ചെയ്ത് നിങ്ങളുടെ ശരീരത്തും കൂടി ഒന്ന് സൂക്ഷിച്ചാൽ വരുന്ന കാലത്ത് ഇനി നമുക്ക് ഒരു അസുഖമില്ലാതെ നിങ്ങളുടെ ഈ അടിവയറിൻ്റെ പ്രശ്നമായാലും നിങ്ങളുടെ മേൽവയറായാലും നിങ്ങളുടെ മറ്റ് ഭാഗങ്ങളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നവും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചതയുണ്ടാകുന്ന എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന ചത അല്ലെങ്കിൽ മാസ് കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥാപനങ്ങൾ തന്നെയാണ് ജിമ്മ് അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്ബുകൾ. അവിടെ പോയി നിങ്ങൾ വ്യായാമം ചെയ്ത് നിങ്ങളുടെ ശരീരം നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ആരോഗ്യവതിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ജോയിൻറ്റ് പെയിനിൻ്റെ പ്രശ്നം ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് നടത്തി നമ്മൾ ഞൊണ്ടിയായിട്ട് നടക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണം? എന്താ സൗന്ദര്യം ഇരിക്കുന്നതിൽ? ജോയിൻറ്റ് പെയിന് കാരണം നമുക്ക് ഇറങ്ങി വെളിയിൽ നടക്കാൻ പറ്റുന്നില്ല, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല, പോയാൽ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് പലവരും പല ഫംഗ്ഷനും പോകാതെ വീട്ടിൽ ഇരിക്കുകയാണ്. കാരണം എന്താണ്? മുട്ട് തേയ്മാനം. നമ്മൾ മുഖം വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ നല്ല സുന്ദരിയാണെന്ന് കൊണ്ട് ഞൊണ്ടി അടിച്ച് നടന്ന എന്താണ് അതിനകത്ത് ഗുണമിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യായാമം ചെയ്യുക. ഇനിയെങ്കിലും നേരത്തെ ചെയ്യാതിരുന്നവർ തുടങ്ങുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമല്ലാതെ ഒരു ദോഷവുമില്ല. ശരീരവും മുഖവും ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് മുഖത്തിനോട് അതേ പ്രാധാന്യം നിങ്ങളുടെ മറ്റ് ഭാഗങ്ങൾക്കും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യവതിയായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. നിങ്ങൾ ഒരു ഫംഗ്ഷനിലും നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.